ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടക്കാൻ കോൺഗ്രസ്. പേരുകളിൽ മുൻതൂക്കം വി.ഡി. സതീശന് തന്നെയാണ്. AICC നേതൃത്വം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് യോഗം ചേരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പാർട്ടിക്ക് ചിട്ടവട്ടമുണ്ടെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. കോട്ടയത്ത് KC വേണുഗോപാലിന്റെ ഫ്ലക്സിൽ കരിയോയിൽ പ്രയോഗം നടത്തി. നേതാക്കളെ മുഖ്യമന്ത്രിയായി അവരോധിച്ചുള്ള ഫ്ലക്സ് പോരും മുറുകുകയാണ്. ചരിത്ര വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും സജീവമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ എന്നതുപോലെ 3 പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നത്. അതിൽ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന്റെ പേരിന് വേണ്ടി അല്ലെങ്കിൽ വി.ഡി. സതീശന് വേണ്ടി ഒരു വിഭാഗം സൈബർ ഇടങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെയാണ് കോട്ടയത്ത് KC വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ കരിയോയിലൊഴിക്കുന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടെ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരണം, അതിന് AICC നിരീക്ഷകരെ അയക്കണം. സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് ആയിരിക്കും കേരളത്തിലേക്ക് നിരീക്ഷകരായിട്ട് വരുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ MLA-മാരുടെ അവരുടെ കൂടെ സൗകര്യത്തിന് MLA-മാരുടെ യോഗം വിളിക്കും, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം വിളിക്കും. അതിനുശേഷം ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുത്ത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സൈബർ ഇടങ്ങളിലല്ല, പാർട്ടിയുടേതായ ചിട്ടവട്ടങ്ങളുണ്ട്. അതനുസരിച്ച് ഹൈക്കമാൻഡായിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുകയെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക, അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. നടപടിക്രമങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതിനായി ഹൈക്കമാൻഡിന്റെ 4 ഒബ്സർവർമാർ അടിയന്തരമായി തലസ്ഥാനത്തേക്കെത്തും. അതിനുശേഷം അടുത്ത ദിവസം തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അതിൽ ഏറ്റവും പിന്തുണയുള്ള നേതാവ് ആരാണ് എന്ന് ഓരോ MLA-മാരോടായി ഒബ്സർവർമാർ നേരിട്ട് ചോദിച്ചറിയും. അതിനുശേഷം ആ തീരുമാനം അവർ ഹൈക്കമാൻഡിനെ അറിയിക്കും. പിന്നീട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. അവിടെ വെച്ചായിരിക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകുക. എന്തായാലും PSCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്ന് തന്നെയുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രവർത്തക സമിതി അംഗവും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമിതി അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തലയ്ക്കും തന്നെയാണ് മുൻതൂക്കം. അതിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ ലഭിക്കുന്നയാൾ ആരാകുമോ, അല്ലെങ്കിൽ KC വേണുഗോപാൽ വിഭാഗത്തിന് കൂടി പിന്തുണ ഉറപ്പാക്കുന്നയാൾ ആരാകുമോ, അവർക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നുവരാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.